എന്തേ പട്ടിണ്ടോ? പട്ടില്ല, മൂപ്പരന്നെ ഉള്ളൂ. എന്തേ? അല്ല മരങ്ങൾ നോക്കിയൊക്കെ ആലോചിച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ പാഞ്ഞു കയറേ. പോരി. അല്ല നടക്കൂലേ മൊയ്തു? നടക്കില്ല ഇപ്പങ്ങള്. ഇല്ലേ ഇത് ഇവന്റെ കാര്യം. ആരപ്പങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? ഞമ്മളല്ലേ. അതെ. ആരടുത്തേക്കാ വരുന്നെന്നറിയോ? മന്മറ സാറ്. മന്മറ സാർ എന്ന് പറഞ്ഞാ പറഞ്ഞ വാക്കാം മൂപ്പര്. അതെ അല്ലേ. പിന്നെ മറ്റേ ബാല ടി വി ഒക്കെ കിട്ടിയിട്ടല്ലോ. ബാല ടി വി അല്ല, ബാല കർഷക അവാർഡാ. അതന്നെ എന്തായാലും അതൊക്കെ പറയണം നിങ്ങൾ അച്ഛനും മോനും കൂടെയാണ് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് ഉളുസാക്കാം. നടക്കണ കാര്യം. മന്മറ സാറിന്റെ ആടത്ത് പിന്നെ അതിനകത്തുണ്ട്. നല്ല മൂഡിലാണോ? ഇത് നല്ല മുടി തന്നെ ആണല്ലേ. ഓ സമാധാനായി. എനിക്ക് ഏതായാലും തെറിയിട്ട് പോയി കേട്ടോ. വാ മന്മൻ സാറേ, മന്മൻ സാറേ, ഹലോ. ഇടോ, നടക്കാത്ത കാര്യങ്ങൾ ഈ മന്മഥൻ ഏക്കാറില്ലെന്ന് പറഞ്ഞില്ലേ? അതാ ഫോൺ വെച്ചിട്ട് പോയേ. നമസ്കാരം. ആ മൊയ്തുനെ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. നല്ല തിരക്കിലാണ് ഇപ്പോ. വേറെ ചെറിയൊരു കാര്യം ഉണ്ടേ. എവിടെയാ? ഇരിക്ക്. സാറിന് നേടി പോയില്ലേ? ഇല്ല, മിനിസ്റ്റർ ഒന്ന് കാണാൻ പോണം. ഇത് പിന്നെ നമ്മളെ ചങ്ങായിയാണ് സീതളൻ. ഇത് മൂപ്പര മോൻ ജിംബൂമ്പ. ജീമൂത എനിക്ക് മാറിപ്പോണതാ. ഇവനെ ഓർമ്മ ഉണ്ടോ നിങ്ങക്ക്? ഇല്ല. ഇവനാണ് അന്നത്തെ ഫംഗ്ഷനിൽ മന്ത്രിന്റെ കയ്യിൽ നിന്ന് ട്രോഫി പഠിച്ച ചക്കെ. ഓ അതെ, ഇവനാണാ. ബാലകർഷക അവാർഡ് കിട്ടിയോനാ. എന്താ കാര്യം? എന്താ പറഞ്ഞു കൊടുക്കി സാറ്. ഇവന് എൻട്രൻസ് എഴുതിയിട്ട് റാങ്ക് കിട്ടിയേ. ഇവനാ റാങ്ക് ഉണ്ടോ? എത്രാമത്തെ റാങ്ക് ഉണ്ട്? 4001 റാങ്ക്. 4001. അപ്പോ അവന് ഈ BSc അഗ്രികൾച്ചറിൽ ഒരു സീറ്റ് കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ആപ്പാടെ അവിടെ 10-250 സീറ്റാ ഉള്ളത്. അല്ലെങ്കിൽ 4001 റാങ്കുകാർ അവിടെ ചെന്നിട്ട് എന്തോ ചെയ്യാനാ? അല്ല, ഈ മന്ത്രിന്റെ ട്രോഫി കിട്ടിയ ആൾക്കാർക്ക് എന്തോ ഒരു ആനുകൂല്യം ഉണ്ടെന്ന് ഇവര് പറയണു. പറയണം. ഇവര് പറഞ്ഞു സാറേ, ഈ കാർഷിക വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിട്ടേ ഈ അവാർഡ് കിട്ടിയവർക്ക് മുൻഗണന തരാമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. മോനെ, മന്ത്രിമാര് പ്രസംഗിക്കുമ്പോ വായി വരുന്ന പലതും വിളിച്ചു പറയും. അല്ലാതെ ഓർഡർ ഒന്നും ആയിട്ടില്ലല്ലോ. അല്ല, നമുക്കിത് ഓർഡർ ആക്കിക്കൂടെ? ഇത് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വെറുതെ സംസാരിക്കരുത്. ഒരു ഓർഡർ ഇറക്കണേന് ഒരുപാട് മീറ്റിംഗ് കൂടണം, അത് ചർച്ച ചെയ്യണം, എന്നിട്ടാണ് ഓർഡർ പുറത്തിറക്കണത്. അല്ല, നമുക്ക് മന്ത്രിക്കൊരു 5000 റുപ്യ കൊണ്ട് വീശിയാലോ? ഓർഡർ പുറത്തിറക്കാൻ മന്ത്രിക്ക് 5000 രൂപ. ലക്ഷങ്ങളാണ് ഒരു ഓർഡർ പുറത്തിറക്കാൻ വേണ്ടി ചെലവാക്കണേ. ലക്ഷങ്ങളാ? അതെ. ഈ 4001 റാങ്കുകാരനെ കൊണ്ട് ഒന്ന് മന്ത്രി എടുത്ത് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. അത് ഞാൻ അവരടുത്ത് പറഞ്ഞേ മനസ്സിലാവണ്ടേ. സാറേ, ജോലിക്കൊന്നും വേണ്ടിട്ടല്ല, തുടർന്നൊന്നും പഠിക്കാനുള്ളൊരു മോഹം കൊണ്ടാണ് അവൻ. അതെ, ഇത് നടക്കത്ത കാര്യമാണ് മൊയ്തു. ഇത് സാറേ ഇവന്റെ വലിയൊരു ആഗ്രഹമാണ് സാറേ. ഞാൻ ഒരു ചുമട്ട് തൊഴിലാളിയാണ് സാറേ. ഇവരെങ്കിലും ഒന്ന് പഠിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് സാർ. അതാണ്, എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ നിങ്ങൾ പറ്റുന്ന എന്തെങ്കിലും. ഇപ്പൊ ഈ 4001 റാങ്ക് കിടക്കുന്ന ആളില്ല ഞാൻ. അത് പറ്റൂല. കാരണം മൂപ്പര് പറഞ്ഞു കേട്ടില്ലേ? സാറൊന്ന് പറഞ്ഞ ചിലപ്പോ നടക്കില്ലേ? എന്റെ ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങള്. പറ്റെങ്കിലോ ഒരു കാര്യം ചെയ്യാം. മന്ത്രിയെ കണ്ടൊന്ന് സംസാരിച്ചു നോക്കാം. അത് മതി. മന്ത്രിനെ കാണൂ, അത് മതി കേട്ടോ. അല്ല, ഇനിയിപ്പോ അഥവാ മന്ത്രി സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ പോകുന്ന കാറിൽ തന്നെ തിരിച്ചിങ്ങ് പോരണം. അത്രേ ഉള്ളൂ. കാറിൽ ആരുടെ കാറില്? ആരുടെ കാറിൽ? ആരുടെ കാറിൽ? ആവശ്യം ആരുടെ? നിങ്ങളുടെ ആണോ? നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ വിളിക്കുന്ന കാറിൽ നമ്മൾ ഒരുമിച്ച് പോകും. മന്ത്രി നോ പറഞ്ഞാൽ ആ കാറിൽ നമ്മൾ തിരിച്ചു വരുന്നേ. തിരുവനന്തപുരത്ത്. അച്ഛാ വേണ്ട അച്ഛാ, നമുക്ക് പോവാം.